ജമൈക്കയിലെ കിങ്സ്റ്റണിൽ നിന്ന് 2300 കിലോമീറ്റർ അകലെയുള്ള ന്യൂയോർക്കിലേക്ക്, അവിടെ നിന്ന് 3000-ലേറെ കിലോമീറ്റർ ദൂരത്തുള്ള യൂട്ടായിലെ സോൾട്ട് ലേക്കിൽ നിന്ന് തിരിച്ച് വീണ്ടും ന്യൂയോർക്കിലേക്ക്, അവസാനം ന്യൂയോർക്കിൽ നിന്ന് 1000-ലേറെ കിലോമീറ്റർ അകലെ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലിൽ 16 വയസ്സ് പ്രായമുള്ള 2 കരീബിയൻ കൗമാരക്കാർ നടത്തിയ അതിസാഹസികമായ ആകാശയാത്രയുടെ ദൂരമാണ് ഈ പറഞ്ഞത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മരണത്തിലേക്ക് അവർ രണ്ടുപേരും നടത്തിയ അപകടം പിടിച്ച യാത്രയുടെ ദൂരം. കരീബിയൻ ദ്വീപ് രാജ്യമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക് സ്വദേശികളായ ജെയ്ക്ക് ആൻഡ് ലൂസ് ലൂസിയും എൽവിസ് ബോർക്കസ് കാസ്റ്റിലോയുമാണ് ആ അതിസാഹസികരായ യാത്രികർ. ജമൈക്കയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് മരണത്തിന്റെ വിമാന ടിക്കറ്റ് എടുത്ത് പറന്നുപോയ 2 കൗമാരക്കാർ. കഴിഞ്ഞ ജനുവരി 7-ന് ഫോർട്ട് ലോഡർഡെയിൽ ഹോളിവുഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അന്നത്തെ യാത്ര കഴിഞ്ഞ് എയർപോർട്ടിൽ ഹോൾട്ട് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ ജെറ്റ് ബ്ലൂവിന്റെ എയർബസ് A320 വിമാനം. ഓരോ യാത്രയ്ക്ക് ശേഷവും നടത്തുന്ന പതിവ് മെയിന്റനൻസ് പരിശോധനയിലായിരുന്നു ക്രൂ. ആ സമയത്തുണ്ട് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ 2 കൗമാരക്കാർ അനക്കമില്ലാതെ കിടക്കുന്നു. പോലീസും വിമാനത്താവള ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആകാശത്ത് വെച്ച് തന്നെ എപ്പോഴോ 2 പേരുടെയും ശ്വാസം നിലച്ചിരുന്നുവെന്ന് ഡോക്ടർമാരും സ്ഥിരീകരിച്ചു. പക്ഷെ 2 പേരും ആരാണെന്നും എവിടെ നിന്ന് വന്നവരാണെന്നും മാത്രം വ്യക്തമല്ലായിരുന്നു. ജമൈക്കയിലെ കിങ്സ്റ്റണിൽ നിന്ന് യാത്ര തുടങ്ങി ന്യൂയോർക്കിലെ JFK വിമാനത്താവളവും സോൾട്ട് ലേക്ക് സിറ്റി വിമാനത്താവളമെല്ലാം ചുറ്റിക്കറങ്ങിയാണ് ഒടുവിൽ വിമാനം ഫോർട്ട് ലോഡർഡെയിലിൽ ലാൻഡ് ചെയ്യുന്നത്. ഇതിനിടയിലുള്ള ഓരോ ഡെസ്റ്റിനേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനും DNA പരിശോധനയ്ക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് മരിച്ച കുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തുവരുന്നത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ കുടുംബങ്ങൾ 2 പേരെയും തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 4-ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലുള്ള വീട്ടിൽ നിന്ന് മകൻ എൽവിസ് ബോർക്കസ് ഇറങ്ങിപ്പോയത് അമ്മ അയോണെലിസ് കാസ്റ്റിലോ കണ്ടിരുന്നതാണ്. എന്നാൽ അത് അവന്റെ അവസാനത്തെ യാത്രയാകുമെന്ന് അവർ ഒരിക്കൽ പോലും കരുതിയില്ല. അതിനുശേഷം പിന്നീട് അവന്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ലെന്ന് അവർ പറയുന്നു. 2 ദിവസം കഴിഞ്ഞാണ് മകനെ അടുത്തുള്ള ഒരു എയർപോർട്ടിൽ കൊണ്ടുപോയ വിവരം അയൽക്കാരനായ ടാക്സി ഡ്രൈവർ കുടുംബത്തോട് വെളിപ്പെടുത്തിയത്. വിമാനത്തിന്റെ ചക്രത്തിൽ ഒളിച്ച് യാത്ര ചെയ്യുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ഇതാദ്യമായൊന്നുമല്ല. സ്റ്റോവവേ എന്നാണ് ഈ പരിപാടിക്ക് പറയുന്ന പേര്. യാത്ര പുറപ്പെടും മുമ്പ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ അതീവ രഹസ്യമായി കയറിപ്പറ്റും. മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ രാജ്യത്തേക്കോ ഒളിച്ചു കടക്കുകയാകും ഇവരുടെ ലക്ഷ്യം. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അനധികൃതമായി കുടിയേറാമെന്ന സ്വപ്നം കണ്ടാണ് ഈ അതീവ സാഹസത്തിന് ഇവർ മുതിരുന്നത്. എന്നാൽ ആ കടുങ്ക യാത്രയ്ക്കൊടുവിൽ ബാക്കിയാകുന്നത് അപൂർവങ്ങളിൽ അപൂർവം ചിലർ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം പാതി വഴിയിൽ തന്നെ ശ്വാസം നിലച്ച് മരണത്തിന് കീഴടങ്ങും. ജെറ്റ് ബ്ലൂ അപകടത്തിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുൻപും സമാനമായ ഒരു സംഭവം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കാഗോയ്ക്കും ഹവായിലെ മായുയ്ക്കും ഇടയിലുള്ള യാത്രക്കിടയിലാണ് യുണൈറ്റഡ് എയർലൈൻസിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിൽ നിന്ന് പാരീസിലേക്ക് പുറപ്പെടാനിരുന്ന ഡെൽറ്റ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ സമാനമായി ഒളിച്ചിരുന്ന ഒരു യുവതി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആംസ്റ്റർഡാം വരെ ഒരു ചരക്ക് വിമാനത്തിന്റെ ചക്രത്തിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്ത സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.